ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച ഒരു 4 ദിവസം ഇവിടെ ദുബായിൽ ഈദ് ഹോളിഡേ ആയതുകൊണ്ട് മുടക്കായിരുന്നു. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു മുടക്കം ആഘോഷിക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് റൂം ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കിലായിരുന്നു. ക്ലീനിങ്ങും പിന്നെ പാക്കിങ്ങും സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ റൂമിലാണ് ഇവിടെ താമസിക്കുന്നത്. സ്പെയിൻ ക്ലസ്റ്ററിൽ ഇന്ത്യൻ സിറ്റിയിൽ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ഒരു ദിവസത്തെ ചെറിയ ചെറിയ കുട്ടി വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഡേ കെയറിന്ന് ഉണ്ണികളെ എടുത്ത് ജോലി കഴിഞ്ഞ് ഞാനും ഉണ്ണികളും നേരെ റൂമിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റയും അവരവരുടെ ഷൂ റാക്കിൽ വെച്ച് ബാഗിക്കും ഒതുക്കി കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഠിപ്പിച്ച ചെറിയ ചെറിയ ശീലങ്ങളാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവർ അവിടെ ഇവിടെയും വാരി വലിച്ചിടും, ഞാനത് എടുത്ത് വയ്ക്കാൻ നടക്കണം. അപ്പോൾ സ്കൂളിൽ വിട്ട് തന്നെ ഷൂ റാക്കിൽ വെക്കണം. അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു ശീലങ്ങളേക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ രണ്ടാൾക്കും വന്നപ്പോൾ തന്നെ അമ്മ ആപ്പിൾ വേണം എന്ന് പറഞ്ഞു. അവർ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ലപോലെ വാഷ് ചെയ്ത്, ഇപ്പോൾ കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും ഓരോ ആപ്പിൾ എടുത്ത് വാഷ് ചെയ്തു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. വേണ്ട, ഞങ്ങളെല്ലാം കട്ട് ചെയ്യാം. പില്ലർ എടുത്തിട്ട് എങ്ങനെയാണ് പില്ലർ ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ചേച്ചി ചെയ്യണത് നോക്കിയിരിക്കുക കുഞ്ഞാറ്റ. അപ്പോൾ കുഞ്ഞിപ്പാറ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കും വേണം ഒരെണ്ണം എന്നൊക്കെ പറഞ്ഞ് രണ്ടാളിരിക്കുകയാണ്. അപ്പോൾ കൈമുറിയും എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പില്ലറെടുത്ത് ഞാൻ തന്നെ അത് ചെയ്തു കൊടുത്തിട്ട് ആൾ സമ്മതിക്കണില്ല കുഞ്ഞാറ്റ. ഞാൻ തന്നെ ചെയ്യാം അമ്മേ എന്ന് പറഞ്ഞിട്ട്, ചേച്ചിയുടെ പോലെ എനിക്കും ചെയ്യാൻ കിട്ടുന്നു. അപ്പോൾ ഓക്കെ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് അവർക്ക് രണ്ടാൾക്കും ആപ്പിളേക്കും കൊടുത്ത് ഞാൻ നേരെ പോയത് ചായ വെക്കാനാണ് കേട്ടോ. ഇവിടെ ദുബായ് നല്ല ചൂടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 40°C ഇപ്പം തന്നെ ഉണ്ട്. പക്ഷെ എത്ര ചൂടാണെങ്കിലും നമുക്കൊരു ചായ ജോലിക്കും കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചായ ഇട്ട് കുടിക്കുമ്പോൾ ഒരു ഉഷാറാണല്ലേ. അന്നത്തെ ദിവസം പിന്നുള്ള ചെയ്യാനുള്ള ഒരു ഉഷാറ് കിട്ടും. അപ്പോൾ വന്നപ്പോൾ തന്നെ ഏലക്കായ ഇട്ടിട്ട് ചെറിയൊരു കട്ടൻ ചായ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കട്ടൻ ചായയും റസ്കും കൂട്ടി കഴിച്ചിട്ട് പിന്നെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. വീട്ടിലത്തെ ഡ്യൂട്ടി, ഓഫീസിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടായിരിക്കും വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വീട്ടിലത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊരു എനർജി വേണമല്ലോ. ആ എനർജി ഡ്രിങ്കാണ് നമ്മുടെ ചെറിയൊരു കട്ടൻ ചായ കേട്ടോ. എനിക്ക് കട്ടൻ ചായയുടെ ഉള്ളിൽ ഏലക്കായ ഇട്ട് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ പാൽ ചായയാണ് വെക്കണമെങ്കിൽ നമ്മൾ ഇഞ്ചി ചതച്ചിടില്ലേ, ഇഞ്ചി ചതച്ചിട്ടിട്ട് അത് അങ്ങനെ ചായ കുടിക്കാനായിട്ട് എനിക്ക് ഇഷ്ടം. വെറും ചായ കുടിക്കുന്നതിനേക്കാളും ഇങ്ങനെയാണ് കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം. നല്ല ചായ റെഡി ആയിട്ടുണ്ട്. അവിടെ കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും എന്തൊക്കെയോ പറഞ്ഞ് രണ്ടാളിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പാറുവിന് ഇപ്പോൾ എക്സാമാണ്. അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇന്ന് അറബിക്ക് എക്സാം ആയിരുന്നു. എങ്ങനെയുണ്ട് എക്സാം എന്നൊക്കെ ചോദിക്കുകയാണ്. അറബിക്ക് ഓക്കെ അമ്മേ ഞാൻ എഴുതിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അറബിക്ക് എനിക്ക് തന്നെ ശരിക്കും നമുക്കറിയില്ല. അപ്പോൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അറബിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലിഫ് ബാ സാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതി കൊടുത്തിട്ടുണ്ട്. ആളിവിടെ ഡ്രോയിങ് വരയ്ക്കണ പോലെ കുത്തും കോമിക്ക് ഇട്ടിട്ട് അറബിക്ക് എഴുതിയിട്ടുണ്ട്. കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പേപ്പർ കിട്ടും പറയാം. ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സിക്കും വാഷ് ചെയ്യാനിട്ടു. വാഷിംഗ് മെഷീനിൽ ഇട്ട് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിള്ളേരേക്കും കുളിപ്പിച്ച് ഒരു 6 മണി 6:30 ടൈമായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ കുളിക്കും കഴിഞ്ഞ് ഫ്രഷായി വന്നു. രണ്ടാളുടെ മുടി ചെയ്യിക്കൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞിപ്പാറ് പറഞ്ഞു അമ്മ എനിക്ക് മുടി നല്ല പോലെ വന്നു, ഫ്രണ്ടിലേക്ക് എനിക്ക് കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മുടി രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. മുടി വെട്ടാണ്ടിരിക്കാൻ കേട്ടോ. ചേട്ടനും ഉണ്ണികൾക്ക് കുറച്ച് മുടി ഇങ്ങനെ ലോങ് ആയിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചേട്ടൻ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ ഉണ്ണികളുടെ മുടി ഇപ്പോൾ കട്ട് ചെയ്യാതിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മുടിക്കും കെട്ടി കൊടുത്തപ്പോൾ നല്ല ഇഷ്ടമാണ് രണ്ടാൾക്ക് മുടി കെട്ടി കൊടുക്കുന്നതും. അങ്ങനെ ബാക്കിൽ ഇങ്ങനെ എൻ്റെ മുടി ഇത്ര വളർന്നു എന്നിങ്ങനെ കണ്ണാടി നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് രണ്ടാൾ ഒറ്റയ്ക്ക് പറയും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി വളർന്നു അമ്മേ എനിക്ക് അതിക്ക് നോക്കി കേട്ട് കുഞ്ഞാറ്റൻ നിൽക്കുന്നുണ്ട്. കുഞ്ഞാറ്റൻ കുളി കഴിഞ്ഞപ്പോൾ തന്നെ ആൾ ഒറ്റയ്ക്ക് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഈ മുടി കെട്ടിയിട്ടില്ല. ഇനി ചേച്ചിയുടെ മുടി കെട്ടി കഴിഞ്ഞ് എനിക്ക് ചേച്ചിക്ക് കെട്ടി കൊടുത്ത പോലെ തന്നെ എനിക്കും കെട്ടിത്തരണം എന്നൊക്കെയും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓക്കെ കെട്ടിത്തരാമെന്നൊക്കെയും പറഞ്ഞു. അത് കഴിഞ്ഞ് കുഞ്ഞിപ്പാറുവിന് ക്രീമിക്കും മാമാർത്തിൻ്റെ ക്രീമാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓൺലൈനായിട്ട് ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഒരെണ്ണം എനിക്ക് ഓർഡർ ചെയ്തു. മാമാർത്തിൻ്റെ നല്ല ക്രീമാണ് കേട്ടോ. ഞാൻ ഉണ്ണികൾക്ക് അതാണ് പറ്റി കൊടുക്കാറ്. അത് കഴിഞ്ഞ് കുഞ്ഞാറ്റൻ്റെ മുടിയിലിട്ട്. അപ്പോൾ കുഞ്ഞാറ്റ പറഞ്ഞ അമ്മേ എനിക്കും ചേച്ചിയുടെ പോലെ തന്നെ എനിക്കും മുടി വളർന്നത്, എനിക്കും കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളവിടെ ഏതൊക്കെയോ പാട്ട് ഡാൻസ് അവൾ തന്നെ ഉണ്ടാക്കിയ പാട്ടും ഡാൻസൊക്കെയും പാടി അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവള് കളിക്കുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ മുടി കെട്ടാനും പറ്റണില്ല. കുറച്ച് മുടിയിലുള്ളൂ. അപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കുന്നു പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഇരിക്കണമില്ല.
എന്നിട്ട് എന്തൊക്കെയോ കാട്ടി അവളുടെ മുടിയും കെട്ടി കൊടുത്തിട്ടാണ്. ഇപ്പോൾ ചേച്ചിക്ക് മുടി കെട്ടി കൊടുത്തിട്ട് അനിയത്തിക്ക് കെട്ടി കൊടുത്തില്ലെങ്കിൽ പിന്നെ അതായിരിക്കും പ്രശ്നം. അപ്പോൾ രണ്ടാൾക്കും ഒരേപോലെ തന്നെ കെട്ടി കൊടുത്തിട്ടാണ്. ഞാൻ ബാൽക്കണി ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എനിക്ക് പേടിയാണ്. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ്, ഉണ്ണികളാണ്, അവരെങ്ങനെ അവിടെ പോയി പേടിയാന്ന് വെച്ചിട്ട് ഞാനും ചേട്ടനും പുറത്തേക്കൊക്കെ എടുക്കുന്ന സമയത്ത് മാത്രമേ അവർക്ക് ബാൽക്കണി തുറന്നു കൊടുക്കുള്ളൂ. അപ്പോൾ കുഞ്ഞിപ്പാറ ആദ്യം വന്ന് നോക്കി പറ്റിയില്ല, കുഞ്ഞാറ്റ വന്ന് നോക്കി പറ്റാണ്ടായപ്പോൾ രണ്ടാളും പോയിട്ടാണ്. രണ്ടാളും എന്തൊക്കെയോ പച്ച പച്ച ഡാൻസൊക്കെ പാട്ടിക്ക് വെച്ചിട്ട് പാടി രണ്ടാളും കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഓരോ പണികൾ അടുക്കളയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് രണ്ടാളും ക്യാമറ നോക്കിയിട്ട് എന്തൊക്കെയോ ഡാൻസും പാട്ടിക്കും. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോസ് കാണുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കാൻ വേണ്ടി പോയി. അപ്പോൾ ചേച്ചി അനിയത്തിയും തിരനൂലും വെളിച്ചെണ്ണയും തീപ്പെട്ടിയും ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് വിളക്ക് വെച്ചു. ഈ സന്ധ്യാസമയത്ത് നമുക്ക് വിളക്ക് വെച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നമുക്കെല്ലാം കൂടി നാമം ചൊല്ലുമ്പോൾ അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാലത്ത് ചേട്ടനാണ് കാലത്ത് കുളിച്ച് വിളക്ക് വെച്ച് ചേട്ടൻ പോവുക. വൈകിട്ട് അപ്പോൾ ഞാൻ ഉണ്ണികളോ ആരെങ്കിലും വിളക്ക് ഇപ്പോൾ വെക്കുന്നുണ്ട്. നമ്മൾ പുതിയ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു ഭാഗ്യം കിട്ടിയത്. ആദ്യം അതിനുള്ള സൗകര്യങ്ങളെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ പുതിയ റൂമിലേക്ക് എത്തിയപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന് നല്ല രീതിയിൽ ഭഗവാനെ വിളക്ക് വയ്ക്കാനും നാമം ചൊല്ലാനും പിള്ളേർ ഓടിച്ചാടി കളിക്കാനും ഒക്കെ ഉള്ളൊരു ഇത് ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ കുറച്ച് നേരം പാട്ടിക്കും വെച്ച് ഉണ്ണികളെയും ആ ഒരു സമയത്ത് ഞാൻ എടുത്തുണ്ടോ. അവരും പിടിച്ച് നാമം ചൊല്ലാനിരുന്നു. രണ്ടുപേരും നാമിക്കും നല്ലപോലെ ചൊല്ലുണ്ടോ. അമ്മേ നാരായണ ദേവി നാരായണയ്ക്കും ചൊല്ലി. ആ ഒരു സമയത്ത് നമ്മുടെ റൂം തന്നെ നമുക്ക് ഭയങ്കര എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. വിളക്ക് വെച്ച് ഒരു ടി വിയിലൊരു എന്തെങ്കിലും ഒരു ഭക്തി കാണിട്ട് ആ ഒരു സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ് കേട്ടോ. കാലത്തും അതേപോലെ തന്നെ വൈകിട്ടും വിളക്ക് വെക്കണം ആ ഒരു സമയം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. കുഞ്ഞിപ്പാറും കുഞ്ഞാറ്റും ബാൽക്കണിയിൽ വന്ന് വീണ്ടും ഇങ്ങനെ നോക്കിക്കാട്ടെ അച്ഛൻ വരാറായോ, അത് അച്ഛനാണോ അമ്മയെ എനിക്കും ചോദിക്കുന്നുണ്ട്. ചേട്ടൻ ഓവർ ടൈം ആയതുകൊണ്ട് ഇത്തിരി നേരം വൈകിട്ടാട്ടോ വരെ 8 മണി 8:30 ആവും കഴിയുമ്പോൾ. പുണ്ണികൾ അവർ ചെത്തിയിട്ടുള്ള ആപ്പിൾ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നുറുക്കി വെച്ചിട്ട് സ്കൂളിലത്തെ വിശേഷങ്ങൾ പറയുകയാണ്. പരീക്ഷയുടെ വിശേഷങ്ങൾ, കൂട്ടുകാരികൾ എന്ത് പറഞ്ഞു, കേരളത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ കറി വയ്ക്കാൻ വേണ്ടി പോയിട്ടോ. കാരണം അടുക്കളത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണികളെ പഠിപ്പിക്കാനിരിക്കാമല്ലോ. അപ്പോൾ കാലത്ത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ തന്നെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ അതായിട്ടുണ്ട്. അപ്പോൾ വേഗം ചെറുപയർ കറി വെക്കാമെന്ന് വെച്ചു. വേഗം നല്ല പോലെ കഴുകി അത് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഉപ്പും കൂടിയിട്ടിട്ട് ഒരു വിസിലടിച്ചാൽ മതിയല്ലോ. വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്ത് വെള്ളത്തിലിട്ട് പോയിട്ടുള്ളത് കൊണ്ട് അധികം വെവ്വണ്ടല്ലോ. അപ്പോൾ ഒരു വിസിലടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ പരിപാടികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കുഞ്ഞിപ്പാറിന് നാളെ ICT ആണ് കേട്ടോ എക്സാം. അപ്പോൾ ടീച്ചർ കുറച്ച് വർക്ക്ഷീറ്റ് നോട്ടുകൾ അയച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് എനിക്കൊന്നും പഠിക്കാനില്ല. അവൾക്ക് KG1 ആയതുകൊണ്ട് അവർ സ്കൂളിൽ വെച്ചിട്ട് തന്നെ നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെയും അവരവിടെ വെച്ചിട്ട് തന്നെയാണ് എഴുതാട്ടോ. വീട്ടിലേക്ക് നമ്മുടെ ബുക്കൊന്നും കൊടുത്താക്കില്ല. അല്ല ഹോംവർക്കുള്ള സമയത്ത് വീക്കെൻഡ് അങ്ങനെ കൊടുത്താക്കിയുള്ളൂ. അപ്പോൾ അവൾക്കൊന്നും പഠിക്കാനില്ല. ചേച്ചിക്കുള്ളതെനിക്കും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിപ്പാറു അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകം ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ ഒന്നും അന്നത്തെ ദിവസം എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഉണ്ണികളെ പഠിപ്പിക്കേണ്ട തിരക്കിക്കായിട്ട് വീഡിയോ സ്കിപ്പായിപ്പോയി. പിന്നെ പിറ്റേ ദിവസം ഇന്നത്തെ മോർണിംഗ് കാലത്തെ വീഡിയോ ആണ് കേട്ടോ. ഒരു 6 മണി 6:30 ആയപ്പോൾ സ്കൂൾ വണ്ടി വന്നു. ചേട്ടനാണ് ഉണ്ണികളെ റെഡിയാക്കി താഴെ പോയി നിന്ന് അവർ വണ്ടിയിൽ കയറ്റി കൊടുത്തു കേട്ടോ. ചേട്ടനൊരു 6:30 ആകുമ്പോഴാണ് പോകേണ്ടത്. അപ്പോൾ ചേട്ടനും ഉണ്ണികളും കാലത്ത് ഒരേ ടൈമിൽ തന്നെയാണ് ചേട്ടൻ ഓഫീസിലേക്കും പിള്ളേർ സ്കൂളിലേക്കും പോണത്. എനിക്ക് ഒരു 8 മണി 7:30 ആകുമ്പോൾ എനിക്ക് പോയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽസ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡെയിലി വ്ളോഗും വീക്കിലി വ്ളോഗും ദുബായ് വിശേഷങ്ങൾ, കുക്കിംഗ് വിശേഷങ്ങൾ, ഉണ്ണികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.